ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ലിസ ജോർജ്, ഫിലോക്കാലിയ മിനിസ്ട്രിയിൽ നിന്ന്. ഒരു ധ്യാനഗുരു പറഞ്ഞ കഥ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഥ ഇങ്ങനെയാണ്. ഈശോയും ശിഷ്യന്മാരും കൂടെ ജെറുസലേം പട്ടണത്തിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു യുവാവ് എതിരെ വന്നു. അവൻ മദ്യപിച്ച് അസഭ്യങ്ങൾ പറഞ്ഞ് അവരുടെ അടുക്കലൂടെ വന്ന് ഈശോയെ ഒന്ന് നോക്കി ഒന്നുകൂടെ അസഭ്യം പറഞ്ഞ് കടന്നുപോയി. വീണ്ടും കർത്താവും ശിഷ്യന്മാരും കൂടെ വർത്തമാനം പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഒരു യുവതി, ഒരു ഗ്രാമീണ പെൺകുട്ടി അവരുടെ അടുക്കിലൂടെ കടന്നു വന്നു. നല്ല പുഞ്ചിരിയോടുകൂടി യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് യേശുവിനെ അഭിവാദനം ചെയ്തു, കുശലാന്വേഷണങ്ങൾ നടത്തി കടന്നുപോയി. ഇത് കണ്ടപ്പോ പത്രോസ് പറഞ്ഞു, യേശുവേ, എത്ര നല്ല നിഷ്കളങ്കയായ പെൺകുട്ടി, ഇവൾക്ക് നല്ലൊരു ഭാവി അങ്ങ് കൊടുക്കണമേ. ഈശോ പറഞ്ഞു, പത്രോസേ, തീർച്ചയായും. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ചെറുപ്പക്കാരൻ, അയാളെ കൊണ്ട് ഞാൻ ഇവളെ കല്യാണം കഴിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉടനെ പത്രോസ് എന്ന്, കർത്താവ്, നീ എന്താ ഈ പറയുന്നത്? ഇത്രയും മദ്യപിച്ച് ആവാസനായ ഒരു വ്യക്തിയെ കൊണ്ട് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ കെട്ടിക്കുന്നോ? അതേ പത്രോസേ, എന്തെന്നാല് ഇവൾക്ക് മാത്രമേ ഈ വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവളുടെ സ്നേഹമുള്ള, എളിമയുള്ള, വിനയമുള്ള പെരുമാറ്റം കൊണ്ട് ഈ വ്യക്തിയെ യേശുവിന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്കലേക്ക്, രക്ഷയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ഇവൾക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. ഞാൻ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതേക്കുറിച്ച് ധ്യാനിക്കാം. എനിക്കിപ്പോൾ ഒരു വചനം ഓർമ്മ വരുന്നത് ഇതാണ്. വചനം അനുസരിക്കാത്ത ആരെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല, സ്നേഹമസൃണമായ പെരുമാറ്റം കൊണ്ടാണ് മാനസാന്തരത്തിലേക്ക് അഥവാ രക്ഷയിലേക്ക് ആനയിക്കേണ്ടതെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീർഘമായ ക്ഷമയും എളിമയും വിനയവും കൊണ്ട് ഒരു വ്യക്തിയെ, ആര് തന്നെ ആയാലും, ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ നമുക്ക് കഴിയും. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾ പറയുമായിരിക്കും, നിങ്ങൾക്കിത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരിയാണ്. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യം കേട്ടോ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിന്റെ ശാഖകളുമാണ്. മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖയ്ക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കത്തില്ല. ആയതിനാൽ യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ഒട്ടിച്ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ, യേശുവിലേക്ക് നമ്മൾ സമ്പൂർണമായ ഒരു സമർപ്പണം ചെയ്തു കഴിയുമ്പോൾ, ആ സമർപ്പണം വഴി യേശുവായി നമ്മൾ ഐക്യപ്പെട്ട് ജീവിച്ചു കഴിയുമ്പോൾ, യേശു തന്നെ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള കൃപ അവിടുന്ന് നമുക്ക് ഒഴുക്കി തരും. നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കണമെന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ഓരോ അവസ്ഥയും കർത്താവ് മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് പറയുക മാത്രമല്ല, അത് പരിഹരിക്കുന്നതിനുള്ള മാർഗവും കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. അത് ഇതാണ്. ഈശോ പറയുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്, എന്റെ മക്കളെ, ലോകത്തിൻ്റെതാണ് ഈ കഷ്ടപ്പാടും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മനസ്സ് തളരരുത്, നിങ്ങളെ എന്റെ അടുക്കിലേക്ക് ഓടി വരണം. ലോകത്തെ ജയിച്ച ഞാൻ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ ബോധ്യത്തോടുകൂടി, ഈ ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സത്യമായും ഈശോ നമ്മുടെ കൂടെ വരും. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകൾ ദൈവം കാണുന്നുണ്ട്. ഞാൻ നേരം ഇരുട്ടുന്നവരെ ഇരുട്ടിയാ വെളുക്കുന്നവരെ പണിയെടുക്കുന്നു, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ കാണാൻ ആരുമില്ല, എന്റെ കണ്ണുനീര് കാണാൻ ആരുമില്ല എന്ന് നിരന്തരം പുറവൃത്തി നടക്കുന്നവരോടും കർത്താവ് ഇതാ പറയുന്നുണ്ട്. നിന്റെ കഷ്ടപ്പാട് ഞാൻ കണ്ടു, നിന്റെ ദേഹാധ്വാനം ഞാൻ കണ്ടു, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ സൃഷ്ടാവായ ദൈവം നമ്മോട് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? കർത്താവ് അത് ഏറ്റെടുത്തു എന്നാണ്. നമുക്കിതിന്റെ ബോധ്യമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ ഒരു പള്ളിയിൽ നിന്ന് മറ്റൊരു പള്ളിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കൗൺസിലറിൽ നിന്ന് മറ്റൊരു കൗൺസിലറിലേക്ക് നമ്മൾ ഓടുകയാണ്. കർത്താവ് പറയും, ഞാൻ ഏറ്റെടുത്ത് മക്കളെ, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു മക്കളെ, നിന്റെ ബെത്തപ്പാട് ഞാൻ കണ്ടു എന്ന് കർത്താവ് സൃഷ്ടാവായ ദൈവം പറയുമ്പോൾ അവൻ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു. വീണ്ടും പറയുകയാണ്, നിന്റെ കണ്ണുനീര് ഞാൻ എന്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടി അനുഗ്രഹവും പ്രതിഫലവും തരാൻ വേണ്ടിയിട്ടാണ്. അതാണ് സങ്കീർത്തകൻ പറയുന്നത്, കർത്താവെ, ഞാൻ ദുരിതം അനുഭവിച്ചിടത്തോളം കാലം ആനന്ദം എന്തെന്നറിയാൻ എനിക്കിട വരുത്തണമേ. എന്താണ് ആനന്ദം? നമ്മുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രതികൂല സാഹചര്യങ്ങളോ പ്രതിബന്ധങ്ങളോ ഉണ്ടായാലും മനസ്സ് തളരാതെ പ്രത്യാശയോടുകൂടി
സന്തോഷത്തോടുകൂടി അതിനെ അതിജീവിക്കാൻ കിട്ടുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണ് ഈ ആനന്ദം. അത് ഒരിക്കലും നഷ്ടപ്പെടില്ല. സന്തോഷം പോലെ അത് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആനന്ദം. അത് മാത്രമല്ല, ഈ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നതിന് വേറൊരർത്ഥം കൂടെ ഉണ്ട്. അത് എന്റെ മനസ്സിൽ തോന്നിയതാണ്. അതിതാണ്, കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണിൽ, നമുക്കറിയാം, പണ്ടുള്ളവരും പറയും, എന്റെ കണ്ണുനീര് നിലത്ത് വീണി ചെതറി നിനക്ക് ദൈവകോപം വരരുത് എന്ന് പലരും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കണ്ണുനീര് നിലത്ത് വീണ് ചെതറിയാൽ കണ്ണുനീരിന് കാരണക്കാരനായ വ്യക്തി ദൈവ കോപത്തിനും ശാപത്തിനും ഇരയായി തീരും. അങ്ങനെ ആയി തീരാതിരിക്കാൻ വേണ്ടി കർത്താവ് അത് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുകയാണ്. കർത്താവ് വന്ന എന്തിനാണ്? തന്റെ മക്കളിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാതെ നിത്യജീവൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ആ വചനം അവിടെ പൂർത്തിയാക്കുവാണ്. അപ്പൊ നമ്മളോട് എന്താണ് കർത്താവ് പറയുന്നത്? മക്കളെ, നിന്റെ കണ്ണുനീരിന് കാരണം നിന്റെ ഭർത്താവോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ മാതാപിതാക്കളോ ആര് തന്നെയാണെങ്കിലും അവർക്ക് ദൈവകോപം കടന്നു വരാതിരിക്കാൻ തക്കവണ്ണം നീ അവിടെ നിന്റെ ദീർഘക്ഷമയും സഹനവും വഴി അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കണം എന്നാണ് കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, നമുക്ക് ജീവിതത്തില് ഒത്തിരിയേറെ കഷ്ടപ്പാടും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോ ഞാൻ പറയുന്നത്, നമ്മൾ ഒത്തിരി ഓടി നടക്കുന്നതിന് പകരം സ്വസ്ഥമായി ഈശോയുടെ കുരിശിൻ ചൂട്ടിൽ ഒന്നിരുന്നേ. അല്പസമയം ഒന്നിരിക്കൽ ഈശോയുടെ കുരിശിൻ ചൂട്ടില്. അവിടെ ഇരുന്ന് ഒന്ന് മിണ്ടാതെ ആ കുരിശിലേക്ക് നോക്കി നിനക്കൊന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ ഈശോ ചോദിക്കും, മോളെ എന്താ തളർന്നു പോയോ, മോള് വിഷമിച്ചോ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് നമുക്കറിയാൻ പറ്റും. അങ്ങനെ കർത്താവിന്റെ സ്വരം ശ്രവിക്കാനായിട്ട് നാം ഇരുന്ന് കൊടുക്കുമ്പോഴാ ഈശോ പറയും, നീ ഇത് കണ്ടോ എന്റെ ദേഹത്തെ മുറിവ്? അത് നിന്നെ നിന്റെ കുടുംബത്തെയും രക്ഷിക്കാനാണ്. ഇത് കണ്ടോ എന്റെ മുതുകില്? അത് ഉഴവുകാർ ചാലുകൾ തീർക്കുന്നത് പോലെ എന്റെ പുറത്തെ ഈ വ്രണം നീ കണ്ടോ? അത് നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടിയാണ്. കർത്താവ് ഇത് പറയുമ്പോൾ നിന്റെ ഉള്ളു പിടയ്ക്കണം. നിന്റെ ഉള്ളു പിടച്ചിട്ട് ഇത് എനിക്ക് വേണ്ടി ആണ് എന്ന് നീ അവിടെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നീ ഈശോയുടെ രക്ഷയുടെ പാതയിലേക്കാണ്. തീർച്ചയായിട്ടും അവൻ ഓടി വരും നിന്നെ രക്ഷിക്കാനായിട്ട്. വീണ്ടും കർത്താവ് പറയുന്നു, മക്കളെ ഒന്ന് ശാന്തമാക്, ഞാൻ നിന്റെ ദൈവമല്ലേ, ശാന്തമാക്, ഞാൻ ദൈവമാണെന്ന് നീ അറിയാൻ നീ ശ്രമിക്കണം. അതിനായി ഈശോയുടെ മുമ്പില് എപ്പോഴെങ്കിലും ഒരു സമയം ശാന്തമായിരിക്കാൻ കഴിയണം. ആരാണ് ദൈവം? നിനക്ക് പേരിട്ടവൻ, നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ, നീ ചോരക്കുഞ്ഞായിരുന്നപ്പോൾ നിന്റെ അടുക്കിലൂടെ കടന്നു വന്ന് കൈകളിലെടുത്ത് നിന്റെ പൊക്കിൾ കൊടി മുറിച്ചു മാറ്റി എണ്ണ തേച്ച് കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ അണിയിച്ച് വളരുക എന്ന് പറഞ്ഞ് കടന്നുപോയവൻ, നിനക്ക് വേണ്ടി വലിയ വലിയ പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന നിന്റെ കർത്താവ്, നിന്നെ സൗഖ്യപ്പെടുത്തുവൻ, നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനായിട്ട് കാത്തിരിക്കുന്ന നിന്റെ കർത്താവ്, ആ കർത്താവിലേക്ക് നീ ചേർന്ന് നിന്നാൽ മാത്രം മതി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരുടെ കുടുംബവും ഇപ്പം കർത്താവായ ദൈവത്തിന്റെ കൈകളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ദൈവം പരിപാലിക്കുന്ന കുടുംബം, ദൈവം വഴി നടത്തുന്ന കുടുംബം, ദൈവം അനുഗ്രഹിക്കുന്ന കുടുംബം, ദൈവം വിശദീകരിക്കുന്ന കുടുംബം, ദൈവം കൂടെ വസിക്കുന്ന കുടുംബമായി നിങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബവും തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.